എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശശാങ്ക് വെളിവാണ്. മക്കാത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും മാപ്രകൾ വേടനെ പൊക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ അതിനുള്ളൊരു മറുപടിയായിട്ട് ഈ വീഡിയോ എടുത്താൽ മതി. വേടൻ്റെ ഒരു വീഡിയോ കേൾക്കാനായിട്ടുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള മൊത്തം വിവരങ്ങളും ഞാൻ പറഞ്ഞുതരാം. വേടൻ പറയുന്നത് വേടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, വേടൻ ജാതിയുടെ കാര്യം പറഞ്ഞിട്ടില്ല. ജാതിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വെട്രിമാരനും പാരഞ്ചിത്തൊക്കെയാണ് വേടൻ എടുക്കുന്നത്. സിനിമകളുണ്ടാക്കിയ വെട്രിമാരനും പാരഞ്ചിത്തും പറയുന്ന തമിഴ്നാട്ടിലെ ജാതി രാഷ്ട്രീയമാണ് വേടൻ ഇവിടെ കൊണ്ടുവരുന്നത്. വേടൻ ഒന്ന് മനസ്സിലാക്കണം, വേടൻ നമ്മുടെ ശ്രീലങ്കയല്ല കേരളം. അതൊന്ന്. ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള തമിഴ് ദേശീയതയല്ല നമ്മുടെ ആയുധം. രണ്ട്, ഇനി വേടൻ പറയുന്നത് മൂന്നാമത്തെ കാര്യം, ഞാൻ പറയുന്നതൊക്കെ എല്ലാവർക്കും വർക്കാവുന്നുണ്ട്. മാപ്രകൾ ചോദിക്കുന്നത് സംഘപരിവാറിന് ഭയങ്കരമായിട്ട് മുറിവേറ്റിട്ടുണ്ട്, അവർ പറയണതാണ് സവർണൻ അവർണൻ, അവർ പറയണൊക്കെയാണ് കാര്യം എന്നാണ് പറയുന്നത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. സവർണനും അവർണനും ഒന്നൊരു വിഷയമല്ല. വേടൻ പാടുന്ന പാട്ടുകൾ, വേടൻ പാടുന്ന വരികൾ, അത് വേടൻ്റെ അവകാശമാണ്. വേടൻ പാടിക്കോ, വേടൻ എത്ര വേണമെങ്കിലും പാടാം. വേടൻ ഇനി ഇഷ്ടം പോലെ സ്റ്റേജ് ഷോകൾ കിട്ടും. ജനാധിപത്യ സർക്കാർ തിരഞ്ഞെടുത്തുകൊണ്ട് വേടൻ അവിടെ പോയി പങ്കെടുത്തു എന്നാണ് വേടൻ പറയുന്നത്. അത് എൻ്റെ കർത്തവ്യമാണെന്നാണ് വേടൻ പറയുന്നത്. വേടാ നീ പങ്കെടുക്ക്, ഇനി എത്ര ഇടതുപക്ഷ സർക്കാരിൻ്റെ ഷോകളുണ്ടെങ്കിലും വേടൻ പങ്കെടുത്തു. അതുകൊണ്ട് കേരളത്തിലെ ജനത്തിന് ഉപകാരമോ ഗുണമോ അല്ലെങ്കിൽ അതിലൊരു ഖേദമോ ഉണ്ടാവാനൊരു സാധ്യതയുമില്ല. കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് സൂഹിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ സൂഹിക്കുന്നുണ്ട്. അത് വേടൻ ആദ്യം മനസ്സിലാക്കുക. വേടൻ എന്ന് പറയുന്നത് ഒരു റാപ്പറാണ്, ഒരു കലാകാരനാണ്. ആ കലാകാരൻ പാടുന്ന പാട്ടിൻ്റെ വരികളിലുള്ള ചില തിരഞ്ഞെടുത്തുള്ള കാര്യങ്ങൾ ആളുകൾ വിമർശിക്കുമ്പോൾ ആ വേടന് കൊടുക്കുന്ന പ്രാമുഖ്യം എന്ന് പറയുന്നത് ഒരു പോരാട്ട നേതാവിൻ്റെ പ്രാമുഖ്യമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. വേടൻ പറഞ്ഞതുകൊണ്ടോ വേടൻ പാടിയതുകൊണ്ടോ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ ദളിത് രാഷ്ട്രീയത്തിന് ഒരു പുതിയ മുഖമുണ്ടാകുമെന്ന് ആരും കരുതുന്നില്ല. ഇനി ദളിതന്മാർ ചൂഷണപ്പെടുന്നുണ്ട് എന്നുള്ളതെങ്കിൽ വേടാ ഒന്ന് മനസ്സിലാക്കിക്കോ. ഇവിടുത്തെ പാണന്മാരും പറയന്മാരും പുലയന്മാരും ആദിവാസികളും അനുഭവിക്കുന്നതിൽ കേരളത്തിലെ പീഡനം വേറൊരാൾ അനുഭവിക്കുന്നില്ല. ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ അടിയിൽ കൂടി ഗർഭിണികളെ ഈ കമ്പിൽ മോളയിൽ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന ഒരു സീന് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അട്ടപ്പാടിയിൽ നടന്ന സീനാണ്. അതൊന്നും മാറ്റിമറിക്കാത്ത ഒരു സർക്കാരിനോ അല്ലെങ്കിൽ ഈ രാജ്യത്തോ വേടാ, അതാണ് ഞാൻ പറയുന്നത്. ദളിതന്മാരോ പട്ടികജാതിയോ പട്ടികവർഗമല്ല, മനുഷ്യനെ കാണുന്ന ഒരു സർക്കാരില്ല. പറയാൻ മാത്രമുള്ള സർക്കാർ മാത്രമേ ഇവിടെയുള്ളൂ. ഇനി നീ സംഘപരിവാറോ സവർണനോ ആവരണനോ എന്ത് വേണമെങ്കിൽ നീ പറഞ്ഞുണ്ടായിക്കോ. പക്ഷെ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥ നിശ്ചയിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ ലിബറലാണ് എന്നുണ്ടെങ്കിൽ നീ പറയുന്ന ഇതേപോലത്തെ ഈ ഒരു ജാതീയ സംവരണമോ അല്ലെങ്കിൽ ജാതീയ ഒരു അസമത്വമോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ലജ്ജിക്കേണ്ടത് ഈ ഇടതുപക്ഷ ലിബറലുകൾ തന്നെയാണ്. നീ വിമർശിക്കേണ്ടതും ഈ ഇടതുപക്ഷ സർക്കാരിനെയും ലിബറലുകളെയും തന്നെയാണ്. കാരണം കേരളം ഇന്ന് ഭരിക്കുന്നത് അല്ലെങ്കിൽ അന്നും ഭരിച്ചത് ഒരു സവർണനോ സംഘപരിവാറോ അല്ല. ഈ ഭരിക്കുന്ന എല്ലാം ഇടതുപക്ഷ സർക്കാരാണ്. അത് പറയാനുള്ള ചങ്കുറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ വേടാ ഈ പറയുന്ന ഡയലോഗുകൾക്കൊന്നും ഒരു വിലയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഇനി താങ്കളുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് താങ്കൾ പിന്നിൽ തിരിഞ്ഞുകൊണ്ട് ഒരു കൊഞ്ഞനം കുത്തിയിട്ടുണ്ട്. ആ കൊഞ്ഞനം കുത്തിയതിന് താങ്കൾ ഉത്തരം പറയേണ്ടത്, താങ്കൾ പലസ്തീൻ്റെ കൂടി പൊക്കി, താങ്കൾ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ലങ്കയുടെ വരികൾ എഴുതി, താങ്കൾ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഖുറാനിൽ അമർന്ന ചൈനയിലെ ഉയ്ഗുർ മുസ്ലിങ്ങളുടെ വരികൾ എഴുതി, താങ്കൾ എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ വരികൾ എഴുതിയില്ല, താങ്കൾ എന്തുകൊണ്ട് കാശ്മീരി പണ്ഡിറ്റുകളുടെ വരികൾ എഴുതിയില്ല, താങ്കൾ എന്തുകൊണ്ട് പലായനം ചെയ്യപ്പെടുന്ന കാശ്മീരി പണ്ഡിറ്റുകളുടെ വരികൾ എഴുതിയില്ല എന്നുള്ള ചോദ്യത്തിന് വേണമെന്ന് ഉത്തരമില്ല, വേണമെന്ന് ഉത്തരം വരില്ല. കാരണം വേടാ അതൊരു സെക്യുലർ അല്ല. ആ തൻ്റെ എക്കോസിസ്റ്റത്തിൽ നിന്ന് കളിക്കുന്ന കളിയാണ് താങ്കൾ കളിക്കുന്നത്. താങ്കൾ വയറ്റിപ്പഴപ്പിന് വേണ്ടി ചെയ്യുന്നത് അത് വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടാണെന്നുള്ളത് പറയുക. അതിൽ മാസ് കലക്കരുത്. അതിൽ മാസ് കലക്കാനുള്ള ഒരു വാല്യൂയോ അല്ലെങ്കിൽ ഒരു കൃത്യതയോ അല്ലെങ്കിൽ അതിനുള്ള കഴിവോ താങ്കൾക്കില്ല എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കുക എന്നുള്ള എളിമയെ ഓർമ്മപ്പെടുന്നു. അപ്പോൾ വേടൻ്റെ പ്രതികരണം നേടുന്ന മാപ്രകൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ്, വേടനെ വേട്ടയാടുന്നത് സംഘപരിവാറോ തേങ്ങട മൂടൊന്നല്ല. വേടനെ വേട്ടയാടുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്. ആ ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് ഇരട്ടത്താപ്പായിട്ട് അദ്ദേഹത്തെ അവരുടെ പരിപാടിയിൽ തന്നെ അവതരിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത മൊണ്ണകളാണ് കേരളത്തിലെ പ്രഭുത്വം എന്നുണ്ടെങ്കിൽ അവരത് അനുഭവിക്കുക. വേടൻ വയറ്റിപ്പഴപ്പുണ്ടായിക്കോട്ടെ, വേടൻ വയറ്റിപ്പഴപ്പൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാവിധ അവകാശമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.